ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് 2010 രജിസ്ട്രേഷൻ ഒരു ഇന്നോവയുടെ വീഡിയോ ആയിട്ടാണ്. വണ്ടി സ്കൈ ബ്ലൂ കളറാണ്. കസ്റ്റമർ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ കസ്റ്റമർ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി ബ്ലാക്ക് ഡാർക്ക് എഡിഷനിലേക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്, അതൊരു ബ്ലാക്ക് കളർ ആക്കണം എന്നുള്ള കാര്യം. അപ്പോൾ വെറുതെ വണ്ടി ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പോൾ ഡാർക്ക് എഡിഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഫ്രണ്ട് ഇപ്പോൾ ഡാർക്ക് എഡിഷനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വണ്ടി ബോഡി ഫുള്ളും ബ്ലാക്ക് പെയിൻറ്റ് അടിക്കും നമ്മൾ. പക്ഷേ അങ്ങനെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പെയിൻറ്റിങ് ആയിട്ട് അതിനെ കാറ്റഗറി തിരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന ഗ്രില്ലും അതേപോലെ ബാക്കിൽ തന്നെ ഡിക്കിയുടെ ക്രോമും അതേപോലെ തന്നെ ബോണറ്റിൻ്റെ ക്രോമും കാര്യങ്ങളെല്ലാം ഈ ക്രോമായി നിൽക്കുമ്പോൾ കസ്റ്റമർ ഉദ്ദേശിക്കുന്ന ആ ലുക്ക്, അതായത് ഡാർക്ക് എഡിഷനിലേക്കുള്ള ആ ലുക്ക് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമർ പറഞ്ഞതനുസരിച്ചും അതേപോലെ നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് നമ്മുടെ ഫ്രണ്ടിൽ വന്ന ഗ്രില്ല് അതേപോലെ ബാക്കിൽ വന്ന ഡിക്കിയുടെ ക്രോമ് അതേപോലെ തന്നെ ബോണറ്റിൻ്റെ ക്രോമും കാര്യങ്ങളെല്ലാം പിയാനോ ബ്ലാക്ക് അടിച്ചു. അതേപോലെ കസ്റ്റമർക്ക് പിന്നെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, കസ്റ്റമർ തന്നെ ആഗ്രഹമായിരുന്നു ഫ്രണ്ടിൽ ഹണി ക്രോം വെക്കണം എന്നുള്ളത്. ഹണി ക്രോം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്കിൽ ഡാർക്ക് എഡിഷനിൽ ശരിയാവില്ല. അപ്പോൾ ഞങ്ങൾ ഹണി ക്രോം വാങ്ങിയതിന് ശേഷം അത് പ്ലാസ്റ്റിക് പ്രൈമറും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് അത് നമ്മൾ പിയാനോ ബ്ലാക്കിലേക്ക് അതും ചേഞ്ച് ചെയ്തു. മിററും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ മിറർ ഫിറ്റിങ് നോർമൽ ഒരു മിററായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു വണ്ടിക്ക് നമ്മൾ മിറർ ആഡ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റയ്ക്ക് വരുന്ന ഫോൾഡിങ് ടൈപ്പ് മിററൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്പോർട്ടി വിൻസ് തൈസപ്പൊട്ടൊക്കെ വരുന്ന രീതിയിലുള്ള സീറ്റ് വർക്കും കാര്യങ്ങളും ചെയ്തു. അത് സെൻട്രൽ സീറ്റ് 8 സീറ്റായിരുന്നു ഈ ഒരു വണ്ടി, അതിന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് 7 സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ സെൻട്രൽ സീറ്റ്, അപ്പോൾ 4 സീറ്റ് നമ്മൾക്ക് വിൻസ് തൈ സപ്പോർട്ടൊക്കെ വരുന്ന രീതിയിലുള്ള സീറ്റൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഫൈനലി ഈ ഒരു വണ്ടി ഈ ഒരു രീതിയിലേക്ക് ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാം. നമ്മൾ മാക്സിമം ഹാരിയറിന് തന്നെ കളറാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ പഠിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ പ്രൊജക്ടർ, ബാക്കിൽ LED ടൈലൈറ്റ്, ടൈപ്പ് 4 കൺവെർഷൻ എന്നുള്ള രീതിയിലാണ് ഈ വണ്ടി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഹാരിയറിൻ്റെ ബ്ലാക്കും പിയാനോ ബ്ലാക്കും കൂടിയ ഒരു മിക്സിംഗ് ആണ് ഈ ഒരു വണ്ടിക്ക് കളർ കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ലുക്ക് നമ്മൾ മാക്സിമം ഈ വണ്ടിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അലോയ്സും കാര്യങ്ങളെല്ലാം കസ്റ്റമർ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കസ്റ്റമർ അതെന്തായാലും ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. കസ്റ്റമർക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി. അതേപോലെ കസ്റ്റമർ ഉദ്ദേശിച്ച ആ ലുക്ക്, ഈ ഡാർക്ക് എഡിഷൻ എന്ന് പറയുമ്പോൾ വണ്ടി വെറുതെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിന് ചെയ്യേണ്ടതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹനിക്രോം ആഡ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറിയെന്ന് പറയാം. അതേപോലെ ഈ പിയാനോ മറ്റേ നമ്മുടെ ബോണറ്റിൻ്റെ ക്രോമും ബാക്കിൽ ഡിക്കി ക്രോമും കാര്യങ്ങളെല്ലാം പിയാനോ ബ്ലാക്കിൻ്റെ ഫിനിഷിങ്ങിലും സൈഡിൽ വരുന്ന പാനലടക്കം സൈഡിൽ വരുന്ന നമ്മുടെ ടൈപ്പ് 4ൻ്റെ ചെറിയ ബീഡിങ് അടക്കം പിയാനോ ബ്ലാക്കിലേക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ഈ ഒരു വണ്ടിനെ ഫുള്ളായിട്ട് ഡാർക്ക് എഡിഷനിലേക്ക് ചേഞ്ച് ചെയ്തു. ഡാർക്ക് എഡിഷനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതനുസരിച്ച് തന്നെ നമ്മൾ ആ വണ്ടീനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ബ്ലാക്ക് വണ്ടി വീട്ടിലുണ്ടെങ്കിൽ അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എൻ്റെ വണ്ടി തന്നെ വൈറ്റ് കളർ Ertiga ആയിരുന്നു. അതിന് ഞാൻ ബ്ലൂ കളറും പിന്നെ ടോപ്പ് ബ്ലാക്ക് അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡാർക്ക് എഡിഷൻ കളർ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളിപ്പോൾ മണ്ണും ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് എഡിഷനിൽ പെട്ടെന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടും ചെളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ വൈറ്റ് ആണെങ്കിൽ പിന്നെ അങ്ങനെ പൊക്കോളും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ ഒരു വണ്ടിയിലുണ്ട്. നമ്മൾ ടച്ച് ചെയ്താലടക്കം ഫിംഗർ അടക്കം തെളിഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഈ ഒരു വണ്ടി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വൈറ്റ് ഇന്നോവയും ബാക്കിൽ ഈ ഒരു വണ്ടി പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഈ ഒരു വണ്ടിയായിരിക്കും എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു വണ്ടിയുടെ ഫൈനൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്ന മാതിരിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, അങ്ങനെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ അല്ല. ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഷോട്ട് എടുക്കാൻ പറ്റും, ബിഫോർ ഷോട്ടൊന്നും എടുക്കാൻ സാധിച്ചില്ല. ഒരു സ്കൈ ബ്ലൂ 2010 മോഡൽ നോർമൽ ടൈപ്പ് 2 മോഡൽ ഇന്നോവ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.